BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. എം മണിയും എം സ്വരാജും മത്സരിക്കേണ്ടെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകും. KK ശൈലജയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കണ്ണൂർ ജില്ലാ ഘടകത്തിന് വിട്ടുനൽകിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് അടക്കം ഘടകകക്ഷികളുടെ സീറ്റെണ്ണത്തിൽ നിലവിലെ സ്ഥിതി തുടരാനാണ് ധാരണ. ഉടുമ്പൻചോലയിൽ നിന്ന് വന്നത് MM മണിയുടെ ഒറ്റ പേരായിരുന്നു. KK ജയചന്ദ്രൻ മത്സരിക്കട്ടെ എന്ന് തിരുത്തി സംസ്ഥാന നേതൃത്വം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് MM മണിയുടെ മറുപടി. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അറിയിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർക്കുന്നു MM മണി. തൃപ്പൂണിത്തുറയിൽ നിന്ന് M സ്വരാജ് വേണമെന്ന എറണാകുളത്ത് നിന്ന് വന്ന ആവശ്യവും സംസ്ഥാന നേതൃത്വം തള്ളുകയായിരുന്നു. M സ്വരാജ് നിലവിൽ സ്ഥാനാർത്ഥി പട്ടികയിലില്ല. തൃപ്പൂണിത്തുറയിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന്റെ പരിഗണിച്ചത് സാമുദായിക ഘടകം കൂടി പരിഗണിച്ചാണ്. വൈപ്പിനിൽ MP ഷൈനിയെ ഇറക്കും. M വിജയരാഘവൻ മുതൽ തോമസ് ഐസക് വരെ മുതിർന്ന നേതാക്കളുടെ പേര് സജീവമായിരുന്നെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുമതി ആർക്കുമില്ല. അതേസമയം മട്ടന്നൂരിൽ നിന്ന് മാറ്റുന്നതിൽ തർക്കം ഉന്നയിച്ച KK ശൈലജ എന്നാൽ പിന്നെ പേരാവൂരിൽ ഒരു കൈ നോക്കട്ടെ എന്ന അഭിപ്രായവും കണ്ണൂർ പാർട്ടിയെ അറിയിക്കും. പേരാവൂരിൽ ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈന്റെ ഒറ്റ പേരിൽ നിൽക്കുന്ന ജില്ലാ ഘടകം ലിസ്റ്റ് പൊളിച്ചെഴുതാൻ തയ്യാറായാൽ മാത്രമേ KK ശൈലജയ്ക്ക് മത്സര സാധ്യതയുള്ളൂ. ഘടകകക്ഷി വിഭജന ചർച്ചകളിലും CPM സ്റ്റാഫ് ആവശ്യപ്പെടുകയാണ്. കേരള കോൺഗ്രസിനടക്കം കഴിഞ്ഞ തവണ മത്സരിച്ച അത്രയും സീറ്റ് മാത്രമേ കിട്ടാനിടയുള്ളൂ. CPയിൽ 6 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ഉണ്ടാകില്ല. E ചന്ദ്രശേഖരൻ, EK വിജയൻ, ചിറ്റയം ഗോപകുമാർ, GS ജയലാൽ, PS സുബാൽ, V ശശി എന്നിവരാണ് മാറി നിൽക്കുക. 4-ാം തീയതി CPM-നും CPI-ക്കും നേതൃയോഗങ്ങളുണ്ട്. വൈകിട്ട് 4-ന് ഇടതുമുന്നണി യോഗം, 5-ന് CPM സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. അധികം വൈകാതെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.